ഇമാം തങ്ങൾ മഹാനവറുകൾ ഓരോരോ ഹദീസ് ക്രോഡീകരിക്കുമ്പോൾ ആ ഹദീസ് പറഞ്ഞ വ്യക്തികളെ മാത്രമല്ല, അതിന്റെ കാരണം ഇന്ന് മുഅ്മിനീങ്ങളെ ഖുർആന് കഴിച്ചാൽ എല്ലാവരും ബിദ്അത്തിന്റെ അഹ്ലിക്കാര് പോലും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാനായ ബുഖാരി ഇമാം തങ്ങളെ ഗ്രന്ഥം. ആ ഹദീസ് ബുഖാരിയിൽ ഉണ്ടാ എന്ന് പറയുന്ന നിലക്ക് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ബിദ്അത്തിന്റെ ആൾക്കാര് പോലും. ആ മഹാനായ ബുഖാരി ഇമാം തങ്ങള് ഒരു ഹദീസ് ക്രോഡീകരിക്കണമെങ്കിൽ എന്താണ് മൂപ്പർ മനസ്സിലാക്കുന്നത്? ഹദീസ് ഉള്ള ആളെ മാത്രം പറ്റി ചിന്തിച്ചാ പോരാ. അയാളെ ബാപ്പ എങ്ങനെയാണ്, അയാളെ ബാപ്പ എങ്ങനെയാണ്, അയാളെ ബാപ്പ എങ്ങനെയാണ്, ഇങ്ങനെയില്ല ഹളറത്തി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹളറത്തിലേക്ക് എത്തുന്നതുവരെ പരിശോധന നടത്തി പിന്നെയാണ് മഹാനവറുകൾ ഒരു ഹദീസ് അവിടത്തെ കിതാബിൽ ക്രോഡീകരിക്കല്. മഹാനായ ബുഖാരി ഇമാം തങ്ങൾക്ക് വിവരം കിട്ടി, ഒരു നാട്ടിൽ ഒരാളുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്ന് സ്വന്തം കിതാബിലെന്ന് ക്രോഡീകരിക്കാൻ വേണ്ടി ആ നാട്ടിലേക്ക് മഹാനായ ബുഖാരി ഇമാം തങ്ങൾ യാത്ര ചെയ്യുന്നു. ബുഖാരി ഇമാം തങ്ങൾ യാത്ര ചെയ്യുന്ന ആ സന്തോഷം കണ്ട് ആ നാട്ടിൽ ഹദീസുള്ള പണ്ഡിതനില്ലേ, ആ വ്യക്തിയില്ലേ, മഹാനവറുകളെ സൽക്കരിക്കാൻ, വിരുന്ന് ചെയ്യാൻ, ആട് അറുക്കാനുള്ള ഒരുക്കമാണ്. മഹാനായ ബുഖാരി ഇമാം തങ്ങളെ നമ്മളെ നാട്ടിലേക്ക് വരുന്നു എന്ന നിലക്കുള്ള സന്തോഷം കൊണ്ട് ഈ മനുഷ്യന് ഒരു ആടറുത്ത് വിരുന്ന് ചെയ്യാനുള്ള പദ്ധതിയിലാണ്. പക്ഷേ ആടിനെ മൂപ്പറ് കൈമാടി വിളിച്ചു, ആട് വന്നില്ല. അപ്പോഴാണ് മൂപ്പർ എന്തു ചെയ്തതറിയോ? എന്തോ ഒരു ആടിന് കൊടുക്കാനുണ്ട് എന്ന നിലക്ക് കാണിച്ചുകൊണ്ട് ആടിനെ വിളിച്ച് ആടിനെ പിടിക്കുമ്പോൾ ബുഖാരി ഇമാം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങളെ ഹദീസ് എനിക്ക് വേണ്ട, അത് എന്റെ കിതാബിൽ രേഖപ്പെടുത്തേണ്ട ഹദീസല്ല. കാരണം എന്തേ, നിങ്ങൾ ഒരു ആടിനെ വഞ്ചിച്ചല്ലോ. എന്തോ ഒന്ന് തിന്നാൻ കൊടുക്കുന്ന രൂപത്തിൽ ആടിന് കാണിച്ചപ്പോൾ ആട് നിങ്ങളടുത്തേക്ക് വന്നു. അതുകൊണ്ട് നിങ്ങളെ ഹദീസ് എനിക്ക് പറ്റിയില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് മുഅ്മിനീങ്ങളെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞെങ്കിൽ ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്തവരല്ല, ഒരു കറാഹത്ത് ചെയ്തവരല്ല. അവരുടെ ജീവിതം തന്നെ വല്ലാത്ത സൂക്ഷ്മതമുള്ള ജീവിതമാണ്.